ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ലേയാസ് കിച്ചൺ വേൾഡ് ഓഫ് ആനിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായ ക്രീം ചീസാണ്. ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് നമുക്ക് ക്രീം ചീസൊക്കെ പെട്ടെന്ന് പോയി മേടിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 2 ചേരുവകൾ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഇതിന് ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കപ്പ് വിനെഗറാണ്. മെഷറിംഗ് കപ്പ് ഇല്ലാത്തവർക്ക് 8 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാകും. ഞാനിവിടെ 2 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. 2 ലിറ്റർ പാലിനാണ് 8 ടേബിൾ സ്പൂൺ വിനെഗർ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾ 1/2 ലിറ്റർ പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ വിനെഗർ മതിയാകും. ഞാനിവിടെ ഇൻഡക്ഷൻ കുക്കറിലേക്ക് 2 ലിറ്റർ പാല് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൽ ചൂടാകേണ്ട പരുവം എന്ന് പറയുന്നത് ഒരു ഇളം ചൂടാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പാൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇളം ചൂട്, അതിൽ കൂടുതൽ ചൂടാകാൻ പാടില്ല. അത്ര ചൂടായതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പാൽ ഒരു 2 മിനിറ്റ് ചൂടാക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. കാരണം 2 ലിറ്റർ പാലായത് കാരണം ഒരല്പസമയം എടുക്കും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാൽ ചൂടാക്കാൻ വെച്ചിട്ട് ഏകദേശം 2 മിനിറ്റോളം ആയിട്ടുണ്ട്. പാൽ ചൂടായിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഞാനൊന്ന് എടുത്ത് നോക്കുകയാണ്. പാൽ ഏകദേശം ചെറിയ ചൂടായിട്ടുണ്ട്. ആ പാലിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന വിനെഗർ ഒഴിച്ചു കൊടുക്കാം. വിനെഗർ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്പമായിട്ടാണ് വിനെഗർ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല. വിനെഗർ ഒഴിച്ചതിന് ശേഷം മെല്ലെ നമ്മൾ ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് പാല് മെല്ലെ പിരിഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പാല് ഏകദേശം പിരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല രീതിയിൽ പിരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇതാണ് ക്രീം ചീസ് ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഇത് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിനറിലേക്ക് ഞാനൊരു കോട്ടൺ ക്ലോത്ത് ഇടുകയാണ്. സാധാരണ രീതിയിൽ ചീസ് അരിച്ചെടുക്കാനായിട്ട് ചീസ് ക്ലോത്താണ് ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ അത് അവൈലബിൾ അല്ല. പെട്ടെന്ന് ഈ ലോക്ക്ഡൗൺ സമയത്ത് പോയി മേടിക്കുക എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരവരുടെ കയ്യിലുള്ള രീതിയിലുള്ള വൃത്തിയുള്ളൊരു കോട്ടൺ തുണി മതിയാകും. അതിലേക്ക് പിരിച്ച് വെച്ചേക്കുന്ന പാല് ഇട്ട് നന്നായിട്ട് അതിലെ വെള്ളം മൊത്തം ഒന്ന് മാറ്റിയെടുക്കണം. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചീസ് അല്പം തണുത്ത വെള്ളത്തിൽ 1-2 മിനിറ്റ് ഒന്ന് കഴുകിയെടുക്കണം. കാരണം അതിൽ എക്സസ് ആയിട്ടുള്ള വിനെഗർ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കഴുകി മാറ്റി വെച്ചിരുന്ന ചീസ് വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ ആ ചീസ് എടുത്ത് നിങ്ങളെ കാണിക്കാം. ചീസ് ചെറിയ കഷ്ണങ്ങളാക്കി ഞാനിങ്ങനെ പിച്ചെടുക്കുകയാണ്. ചെറിയ കഷ്ണങ്ങളാക്കി ഇടുന്നതിൻ്റെ കാരണം മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് അടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. വലിയ കഷ്ണങ്ങളായപ്പോൾ അത് അടിച്ചെടുക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമ്മളിതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീസ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതിൽ 2 നുള്ളുപ്പ് ചേർക്കുന്നുള്ളൂ. ചീസ് സ്പ്രെഡായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. കേക്കിന് ഉപയോഗിക്കാനാണെങ്കിൽ ഉപ്പ് കുറച്ച് ചേർത്താൽ മതിയാകും. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് ഹൈ സ്പീഡിൽ 4 മിനിറ്റ് അടിച്ചെടുക്കണം. 4 മിനിറ്റ് അടിച്ചെടുത്തതിന് ശേഷം കിട്ടിയ ക്രീം ചീസാണിത്. ഇത് 2 ലിറ്റർ പാലിൽ ഞാൻ തയ്യാറാക്കിയതാണ്. ഇത് ഏകദേശം 300 ഗ്രാമോളം ഉണ്ടാകും. നിങ്ങൾക്ക് 1/2 ലിറ്റർ പാലിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഞാൻ നിങ്ങളെ ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ട് കാണിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീം ചീസ് തയ്യാറായിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഹോം മെയ്ഡ് ക്രീം ചീസ് ആണെങ്കിൽ പോലും ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടെക്സ്ചറാണ്, അതേ സ്മെല്ലാണ്, അതേ കൺസിസ്റ്റൻസിയാണ്. വളരെ ടേസ്റ്റിയാണ്. ഇത് നിങ്ങൾ ഒരു തവണയെങ്കിലും വീട്ടിലുണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ നമുക്ക് മേടിക്കാൻ കിട്ടത്തില്ല എന്ന് വിചാരിച്ച് ആരും ഇരിക്കേണ്ട കാര്യമില്ല.
ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. കാരണം ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴും ചപ്പാത്തിയൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്കിത് കൊടുക്കുമ്പോൾ അധികം എരിവോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കാരണം കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഈ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെല്ലൈക്കൺ മറക്കാതെ അമർത്തണം. പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ നന്ദി. ലവ് യു ഓൾ. ബൈ.